Hi everybody, VAC Value Added Courses for Sciences Semester 4. Paper name is Framing Perspectives, Literary and Cultural Narratives for Science. So today in this paper we are going to discuss the chapter Integrating Human Rights, Leave No One Behind and Gender Equality into UN Cooperation Frameworks, United Nations Sustainable Development Group. ഒരു വലിയൊരു ഹെഡിങ് ആണ് ഈ ചാപ്റ്ററിന് നൽകിയിട്ടുള്ളത്. എന്താണ് ഇതിൽ പറയുന്ന കാര്യം? അതായത് ഈ ഒരു ഹെഡിങ്ങിൻ്റെ ഏറ്റവും അവസാനത്ത് പറയുന്ന കാര്യമുണ്ടല്ലോ, അതായത് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പ്, അതാണിത്. അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ നമ്മുടെ വേൾഡ് ഒരു സസ്റ്റൈനബിളായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു പ്രോഗ്രഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു അജണ്ട, അതായത് ഒരു ഗ്ലോബൽ പ്ലാൻ കൊണ്ടുവരുന്നു. അതിനെ വിളിക്കുന്നത് 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിംസ് ടു ബിൽഡ് എ സേഫർ, ഫെയറർ ആൻഡ് ബെറ്റർ വേൾഡ് ഫോർ ഓൾ പീപ്പിൾ. എല്ലാവർക്കും ഒരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, സേഫായിട്ടുള്ള ഫെയർ ആയിട്ടുള്ളൊരു ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എല്ലാ അർത്ഥം കൊണ്ടും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നൊരു പ്ലാനാണ്. അപ്പോൾ അതിന് മൂന്ന് കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ 3 ഗൈഡിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ആ 3 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, എന്താണ് ഇവരുടെ ആ ഒരു പ്ലാന് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ. സോ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. എന്തൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ആൾ, the UN has a plan called the 2030 Agenda for Sustainable Development. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള UN-ൻ്റെ ഒരു പ്ലാനാണിത്. 2030 അജണ്ടയാണിത്. ദിസ് പ്ലാൻ പ്രോമിസസ് ടു മേക്ക് ലൈഫ് ബെറ്റർ ഫോർ ആൾ പീപ്പിൾ ഇൻ ആൾ കൺട്രീസ്. എല്ലാ രാജ്യങ്ങളിലും ഉള്ള ആൾക്കാർക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ പ്ലാനിൻ്റെ ഒരു ലക്ഷ്യം. ഇറ്റ് ആൾസോ പ്രോമിസസ് സേഫ്റ്റി, ഇക്വാലിറ്റി ആൻഡ് എ ഗുഡ് ഫ്യൂച്ചർ ഫോർ എവ്രി വൺ. അതുപോലെ തന്നെ എല്ലാവർക്കും സേഫ്റ്റിയും ഇക്വാലിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗുഡ് ഫ്യൂച്ചറും ഒക്കെ മോൾഡ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. To achieve this plan, the UN must change the way it works. The UN says we need a bold and transformative shift in development work. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് UN പറഞ്ഞൊരു കാര്യം, നമുക്കൊരു ബോൾഡായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേറ്റീവ് ഷിഫ്റ്റ് വേണം എന്ന് പറഞ്ഞു. ഫോർ ദിസ് ഷിഫ്റ്റ് ദർ ആർ 3 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിൽ ചെയ്യേണ്ട ആ ഒരു കാര്യത്തിൽ 3 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട 3 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? 1, ഹ്യൂമൻ റൈറ്റ്സ്. ഇതാണ് ഒന്നാമത്തത്, ഹ്യൂമൻ റൈറ്റ്സ്. രണ്ടാമത്തത് ലീവ് നോ വൺ ബിഹൈൻഡ്. ഇനി മൂന്നാമത്തത് ജെൻഡർ ഇക്വാലിറ്റി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 രീതിയിൽ ഈ 3 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് അവർ കൊണ്ടുവന്നു. എന്തൊക്കെയാണ് അവിടെ പറയുന്നതെന്ന് വെച്ചാൽ, പ്രിൻസിപ്പിൾ നമ്പർ 1, അതായത് ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നത് എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് റൈറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. എല്ലാവർക്കും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ഡെവലപ്മെൻറ്റ് വർക്ക് ഷുഡ് നെവർ വയലേറ്റ് എ പേഴ്സൺസ് ഡിഗ്നിറ്റി. ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് വർക്ക്, ഒരു പ്രോഗ്രസീവ് വർക്ക്, അതൊരിക്കലും ഒരാളുടെ പേഴ്സണൽ ഡിഗ്നിറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. അപ്പോൾ നമുക്ക് വികസനം വേണം, പക്ഷേ ആ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ഫ്രീഡം, റൈറ്റ്സ് അത് അപഹരിച്ചുകൊണ്ടോ ആയിരിക്കരുത്. ആൾ പീപ്പിൾ ഷുഡ് ഗെറ്റ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റെസ്പെക്റ്റ്. എല്ലാ ആൾക്കാർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഈക്വൽ റെസ്പെക്റ്റ് സൊസൈറ്റിയിൽ കിട്ടണം. UN പ്രൊട്ടക്ട്സ് മസ്റ്റ് ഹെൽപ്പ് പീപ്പിൾ എൻജോയ് ദെയർ റൈറ്റ്സ് ഫുള്ളി. അപ്പോൾ അവരവരുടെ അവകാശങ്ങൾ എന്താണോ അത്, അല്ലെങ്കിൽ അവരവരുടെ ലിബേർട്ടി, ഫ്രീഡം എന്താണോ അത് പൂർണ്ണമായ രീതിയിൽ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതിന് UN ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കും. ഗവൺമെൻറ്റ്സ് ആൻഡ് UN ടീംസ് മസ്റ്റ് ചെക്ക് ഇഫ് എനി ഗ്രൂപ്പ്സ് റൈറ്റ്സ് ആർ ബീയിങ് ഇഗ്നോർഡ്. അപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ UN-ഉം ഇത് ചെക്ക് ചെയ്യും, തീർച്ചയായിട്ടും പരിശോധിക്കും ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ റൈറ്റ്സ് ഇതേപോലെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ പിന്നെ ഏലിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യും.
പ്ലാൻസ് മസ്റ്റ് ഇൻക്ലൂഡ് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് വൾണറബിൾ ഗ്രൂപ്പ്സ്. അതേപോലെ തന്നെ ഈ വൾണറബിൾ ഗ്രൂപ്പ്സ്, അതായത് വീക്ക് ഗ്രൂപ്പ്സ്, മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സിൽ, അതായത് പ്രിൻസിപ്പിൾ നമ്പർ 1 ആ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളിൽ ഇവർ പറയുന്നത്. ഇനി രണ്ടാമത്തത് ലീവ് നോ വൺ ബിഹൈൻഡ്, അതായത് പ്രിൻസിപ്പിൾ നമ്പർ 2, ഡെവലപ്മെൻറ്റ് മസ്റ്റ് റീച്ച് എവ്രി വൺ. വികസനം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തണം, നോട്ട് ഓൺലി സം പീപ്പിൾ. ഏതെങ്കിലും കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം എത്തിയാൽ പോരാ. ഓക്കെ, അപ്പോൾ ഒരു സമ്പന്നരായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ, അവർക്ക് മാത്രം വികസനം കിട്ടിയാൽ പോരാ, എല്ലാവർക്കും വികസനം എല്ലാ മുക്കിലും മൂലയിലും എത്തേണ്ടതായിട്ടുള്ളത് ഉണ്ട്. മെനി ഗ്രൂപ്പ്സ് ആർ ഓഫൺ ലെഫ്റ്റ് ഔട്ട്. പക്ഷെ പലപ്പോഴും പല ഗ്രൂപ്പുകളും ലെഫ്റ്റ് ഔട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ പുവർ, അതല്ലെങ്കിൽ ഡിസേബിൾഡ്, എൽഡർലി, മൈനോറിറ്റീസ്, റെഫ്യൂജീസ്, ഇവരൊന്നും പലപ്പോഴും ആരും ഗൗനിക്കാറില്ല, അല്ലെങ്കിൽ ഇവർക്കൊന്നും ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു അർത്ഥതലം പൂർണ്ണമായും ലഭിക്കാറില്ല. ദ UN ഫോക്കസസ് എസ്പെഷ്യലി ഓൺ ദീസ് ഗ്രൂപ്പ്സ്. അപ്പോൾ UN എന്ത് ചെയ്തു, ഇവരെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ദ ഐഡിയ ഈസ് ടു ക്ലോസ് ഗ്യാപ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിലെ ഒരു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ആ ഒരു ക്ലാഷ്, ആ ഒരു ഗ്യാപ്പ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരിലേക്കും വികസനം എത്തുക എന്നുള്ളൊരു കാര്യം പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. നോ പേഴ്സൺ ഷുഡ് ബി പുഷ്ഡ് ഇൻ ടു പോവേർട്ടി ഓർ ഇനീക്വാലിറ്റി. അപ്പോൾ ആരും പോവേർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഇനീക്വാലിറ്റിയിലേക്കോ ആരെയും തള്ളിവിടാതെ, അല്ലെങ്കിൽ ആരും അങ്ങോട്ടേക്ക് വീഴാതെ നോക്കുക എന്നുള്ളൊരു കാര്യം UN ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൾ പ്രോഗ്രാംസ് ഷുഡ് ചെക്ക് ഹൂ ഈസ് ബീയിങ് ലെഫ്റ്റ് ഔട്ട്. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ലെഫ്റ്റ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മൈനോറിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗക്കാർ ഇതേപോലെ മാഞ്ഞു പോകുന്നുണ്ട്, പുറകോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദിസ് ഡെവലപ്മെൻറ്റ് സർക്കിളിൻ്റെ പുറത്തേക്ക് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പ്ലാൻസ് മസ്റ്റ് ഇൻക്ലൂഡ് ആക്ഷൻസ് ടു ഹെൽപ്പ് ദോസ് ഹൂ ആർ മോസ്റ്റ് അറ്റ് റിസ്ക്. ഇതേപോലെ ഒരു റിസ്കിൽ നിൽക്കുന്ന, ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, ഡിസേബിൾഡ് പീപ്പിൾ, എൽഡർലി പീപ്പിൾ, ആരോ ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസുകൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് അവർ കൊണ്ടുവരാൻ, ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുക. ഇക്വാലിറ്റി ഇൻ ഡെവലപ്മെൻറ്റ് ഈസ് ഇമ്പോസിബിൾ ഇഫ് സം പീപ്പിൾ ആർ ഇഗ്നോർഡ്. അപ്പോൾ ഈ ഒരു ഇക്വാലിറ്റി ഇൻ ഡെവലപ്മെൻറ്റ്, അതായത് വികസനത്തിലുള്ള ഇക്വാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഇമ്പോസിബിൾ ആവും ഇത്തരം ആൾക്കാർക്ക്. അവർ ഇങ്ങനെ മാറി നിന്നാൽ, അല്ലെങ്കിൽ ഇത്തരം നേരത്തെ പറഞ്ഞ പോലത്തെ ഇത്തരം കമ്മ്യൂണിറ്റീസ്, ഗ്രൂപ്പ്സ് അവർ ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ഇക്വാലിറ്റി ഇല്ലല്ലോ, ഡെവലപ്മെൻറ്റിൽ ഇക്വാലിറ്റി ഇല്ലല്ലോ. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നാണ് UN പറയുന്നത്. ദെൻ ദ തേർഡ് പ്രിൻസിപ്പിൾ, ജെൻഡർ ഇക്വാലിറ്റി. വിമൻ ആൻഡ് ഗേൾസ് മസ്റ്റ് ഹാവ് ദ സെയിം റൈറ്റ്സ് ആസ് മെൻ ആൻഡ് ബോയ്സ്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും റൈറ്റ്സ് ഉണ്ട്, ആരുടെ പോലെ, പുരുഷന്മാരുടെ പോലെ, ആൺകുട്ടികളുടെ പോലെ. അപ്പോൾ അതിലൊന്നൊരു വേർതിരിവും ഇല്ല എന്ന് പറയുകയാണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ മസ്റ്റ് ബി റിമൂവ്ഡ്. ഇപ്പോൾ ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനം, വേർതിരിവുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ്. വിമൻ ഷുഡ് ഹാവ് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, ജോബ്സ് ആൻഡ് ലീഡർഷിപ്പ്. സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ ഈക്വൽ ആക്സസ് കിട്ടണം. ഏതൊക്കെ മേഖലകളിൽ? എഡ്യൂക്കേഷനിൽ, ജോബ്സിൽ, ലീഡർഷിപ്പിൽ തുടങ്ങിയ മേഖലകളിൽ. വിമൻ മസ്റ്റ് ബി പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് മാറണം സ്ത്രീകൾ. ഒതുങ്ങി നിൽക്കാതെ, മാറി നിൽക്കാതെ, അല്ലെങ്കിൽ മാറ്റി നിർത്താതെ അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറയുകയാണ്. എംപവേണിംഗ് വിമൻ ഇംപ്രൂവ്സ് ഫാമിലീസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ദ ഹോൾ കൺട്രി. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് ഫാമിലീസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ദ ഹോൾ കൺട്രി. ഫാമിലികളെയും കമ്മ്യൂണിറ്റികളെയും അതുപോലെ തന്നെ ഈ രാജ്യത്തിനെ മൊത്തം മെച്ചപ്പെടുത്തി കളയും എന്ന് പറയുകയാണ്. UN ഫ്രെയിംവർക്ക്സ് മസ്റ്റ് ആൾവേസ് ഇൻക്ലൂഡ് ജെൻഡർ അനാലിസിസ്. അപ്പോൾ UN ഫ്രെയിംവർക്കിൽ തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു, ജെൻഡർ അനാലിസിസ് ഉൾപ്പെടുത്തണമെന്ന് പറയുകയാണ്. പ്ലാൻസ് ഷുഡ് എൻഷുവർ സേഫ്റ്റി, റെസ്പെക്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ. അപ്പോൾ സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, അവർക്കുള്ള റെസ്പെക്റ്റ്, അവർക്കുള്ള സേഫ്റ്റി, ഇതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെ ഈ പ്ലാനിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുകയാണ്. UN കോർപ്പറേഷൻ ഫ്രെയിംവർക്ക്സ്. ദീസ് ഫ്രെയിംവർക്ക്സ് ആർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദ മെയിൻ പ്ലാനിംഗ് ടൂൾസ് ബിറ്റ്വീൻ ദ UN ആൻഡ് ഈച്ച് കൺട്രി. അപ്പോൾ UNും അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ടൂളാണ്. ആൾ ഡെവലപ്മെൻറ്റ് വർക്ക് ബിഗിൻസ് വിത്ത് ദീസ് ഫ്രെയിംവർക്ക്സ്. ഏത് ഡെവലപ്മെൻറ്റ് വർക്കാണെന്നുണ്ടെങ്കിലും എല്ലാ ഡെവലപ്മെൻറ്റ് വർക്കും തുടങ്ങുന്നത് ഈ ഒരു ഫ്രെയിംവർക്കോട് കൂടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ 3 പ്രിൻസിപ്പിൾ എൻഷുർ ചെയ്തുകൊണ്ടാണ്. ദ 3 പ്രിൻസിപ്പിൾസ് മസ്റ്റ് ബി ബിൽറ്റ് ഇൻ ടു എവറി സ്റ്റേജ് ഓഫ് ദീസ് ഫ്രെയിംവർക്ക്സ്. ദ മസ്റ്റ് ഗൈഡ് പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ദ മസ്റ്റ് ഗൈഡ് പ്ലാനിംഗ്,
അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ മോണിറ്ററിങ് ചെയ്യുക, ഇവാലുവേഷൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. വിത്തൗട്ട് ദീസ് പ്രിൻസിപ്പിൾസ്, നേരത്തെ പറഞ്ഞ ആ 3 പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അവ കൂടാതെ ഡെവലപ്മെൻറ്റ് വിൽ നോട്ട് ബി ഫെയർ ഓർ സക്സസ്ഫുൾ. ഡെവലപ്മെൻറ്റ് ഒരിക്കലും ഒരു ഫെയർ ആവില്ല, അതല്ലെങ്കിൽ അതൊരിക്കലും ഒരു സക്സസ്ഫുൾ ആവില്ല എന്ന് പറയുകയാണ്. ദെൻ വൈ ദീസ് പ്രിൻസിപ്പിൾസ് മാറ്റർ? എന്തുകൊണ്ടാണ് ആ ഒരു പ്രിൻസിപ്പിൾ അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ദേ ഹെൽപ്പ് എൻഷുവർ ഡെവലപ്മെൻറ്റ് ഈസ് ഫെയർ ആൻഡ് ഈക്വൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ഫെയർ ആൻഡ് ഈക്വൽ ആയിട്ട് കൊണ്ടുവരുന്നതിൽ അത് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്, ആ ഒരു 3 പ്രിൻസിപ്പിൾസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ദേ പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇനീക്വാലിറ്റി. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, ഇനീക്വാലിറ്റി തുടങ്ങിയ കാര്യങ്ങളെ പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് ദേ മേക്ക് ഷുവർ റിസോഴ്സസ് റീച്ച് പീപ്പിൾ ഹൂ നീഡ് ദം മോസ്റ്റ്. ആർക്കാണോ റിസോഴ്സുകൾ വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം, ആ ആവശ്യക്കാരിലേക്ക് ഡെവലപ്മെൻറ്റ് എത്തിക്കുക, ആ ആവശ്യക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു കാര്യം ആ ഒരു സംഭവം പോസിബിൾ ആക്കും. സോ ദേ ഹെൽപ്പ് കൺട്രീസ് ബിൽഡ് പീസ്ഫുൾ ആൻഡ് സേഫ് സൊസൈറ്റീസ്. ഓരോ രാജ്യങ്ങളെയും പീസ്ഫുൾ ആയിട്ടുള്ള സേഫ് സൊസൈറ്റീസ് ആക്കി മാറ്റാൻ ആ 3 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യും. ദേ പ്രൊമോട്ട് ജസ്റ്റിസ് ആൻഡ് ഈക്വൽ ചാൻസസ് ഫോർ ആൾ. എല്ലാവർക്കും നീതി, എല്ലാവർക്കും തുല്യത എന്ന് പറയുന്ന ഒരു കാര്യം പോസിബിൾ ആക്കാനായിട്ട് ഈ ഒരു 3 ഗൈഡിങ് പ്രിൻസിപ്പിളിലൂടെ പോയാൽ സാധിക്കും എന്ന് പറയുകയാണ്. വിത്തൗട്ട് ദീസ് പ്രിൻസിപ്പിൾസ് ദ 2030 അജണ്ട കനോട്ട് ബി അച്ചീവ്ഡ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പോയിട്ടില്ല എങ്കിൽ 2030 ആ ഒരു അജണ്ട ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഫോളോവിങ് ദീസ് ഐഡിയാസ് ക്രിയേറ്റ്സ് എ ഫെയിലിയർ വേർ എവ്രി വൺ ക്യാൻ ലിവ് വിത്ത് ഡിഗ്നിറ്റി. വിത്തൗട്ട് ദീസ് പ്രിൻസിപ്പിൾസ് ദ 2030 അജണ്ട കനോട്ട് ബി അച്ചീവ്ഡ്. അപ്പോൾ ഈ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളിലൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2030 അജണ്ട ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. സോ ദിസ് ഈസ് ദ ചാപ്റ്റർ. സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ ബൈ ഓൾ, താങ്ക് യു.